നല്ല പടമാണ് കേട്ടോ. മ്യൂസിക്കൊക്കെ ഒത്തിരി നല്ലതായിരുന്നു. എന്താണ് ഒരു പ്രമേയം സിനിമയുടെ? പുതിയ തലമുറ മനസ്സിലാക്കാണ്ട് ഓക്സിജൻ വരെ പുറത്തുനിന്ന് വില കൊടുത്ത് വാങ്ങിക്കണ ഒരവസ്ഥയാണ് കാണിക്കണം. നല്ല പടമാണ്. ബ്യൂട്ടിഫുൾ. ഒരു നവാഗത സംവിധായകനാണ് ഇത് ചെയ്തതെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. വളരെ വളരെ ഭാവിയുള്ള ഒരു സംവിധായകനാണ് ആർ അജയ്. അതിലെ സന്ദേശമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇന്ന് ലോകത്തിന് ആവശ്യമുള്ള ഒരു സന്ദേശമാണ്. സിനിമകൾ എപ്പോഴും മനുഷ്യർക്ക് നല്ല സന്ദേശങ്ങൾ കൊടുക്കണം, അതിൻ്റെ കൂടെ എൻ്റർടൈൻമെൻറ്റ് വേണം. നല്ല ഉഗ്രൻ ഫോട്ടോഗ്രാഫി വളരെ 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 ഇഷ്ടപ്പെട്ടെനിക്ക്. അത് ഒരു ഫീൽ ഗുഡ് പടം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു റിയൽ ലൈഫ് നടക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. ഒരു അടിച്ചുപൊളി പടമായിട്ട് ആരും കാണണ്ട, ഒരു ഫാമിലിക്ക് വരുന്ന ഒരു റിയൽ ലൈഫ് സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നി. അതായത് പിടിച്ചിരുന്നാലും സംഭവമുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു അടിച്ചുപൊളി സംഭവമായിട്ട് കാണാനുള്ള പടം അല്ലത്. അതൊരു മെസ്സേജ് ഉള്ളൊരു പടം. അത്ര നമ്മൾ ഈ സിനിമ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഫീൽ ഗുഡ് മൂവി, നല്ല പടം, അടിപൊളി പടം, ഇങ്ങനെയൊന്നും അല്ല ഈ സിനിമയെക്കുറിച്ച് പറയേണ്ടത്. കാരണം ഇത് ഒരുപാട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ സിനിമ. ഈ കഥ, ഈ പ്രമേയം അങ്ങനെയുള്ളതാണ്. കാരണം ലോക രാഷ്ട്ര നേതാക്കന്മാരെല്ലാം നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ വ്യതിയാനം, പിന്നെ ആഗോളതാപനം, ഇതൊക്കെ ഇന്ന് ഉച്ചകോടിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. നമ്മൾ പ്രകൃതിയോട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സിനിമ. നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മൾക്ക് എന്തുമാത്രം വിലപ്പെട്ടതാണെന്ന് ഇന്ന് ജനങ്ങൾ നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. അത് നമ്മുടെ തലമുറ, ഇന്ന് നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്നത് കൊണ്ട് നാളെ നമ്മുടെ തലമുറ എങ്ങനെ ജീവിക്കും, ഈ പ്രകൃതി അതെങ്ങനെ തിരിച്ചു തരും? ഈ വായു കിട്ടാതെ വരുമ്പോൾ, ഈ ഓക്സിജൻ എന്ന് പറയുന്നത് കിട്ടാതെ വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? അതിൻ്റെ അതിശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ സിനിമ. തീർച്ചയായിട്ടും ഇത് നമ്മൾ കണ്ടിരിക്കേണ്ട, ഓരോരുത്തരും കണ്ടിരിക്കേണ്ട പടമാണ്. അതുമാത്രമല്ല, ഇതിലെ കഥാപാത്രങ്ങളെ ഇതിൻ്റെ സംവിധായകൻ ചൂസ് ചെയ്തിരിക്കുന്നത് അതിശക്തമായ നല്ല രീതിയിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ഇത് ഈ ഓക്സിജൻ്റെ കാര്യം മാത്രമല്ല, നമ്മളുടെ ഓരോ കാര്യങ്ങൾ ജീവിതത്തിലെ ചില ഓർമ്മപ്പെടുത്തലുകൾ ഈ സിനിമയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളും നമ്മുടെ ഇന്നത്തെ ജനറേഷനും എല്ലാം ഈ സിനിമ കാണേണ്ടതാണ്. ഇതുപോലുള്ള സിനിമകളാണ് നമ്മൾ പ്രോത്സാഹിക്കപ്പെടേണ്ടത്. കാരണം എങ്കിൽ നമ്മൾക്ക് ഇവിടുന്ന് പോകും, പക്ഷേ അടുത്ത ജനറേഷൻ ഇവിടെ ഉണ്ടാവണം. നമ്മുടെ പൂർവികരൊക്കെ ചെയ്തു വെച്ചത് കൊണ്ടാണ്, നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കാൻ തന്നെ അവസരം ഉണ്ടായത്. തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാം ഓർമ്മപ്പെടുത്തലാണ് ഈ സിനിമ. എല്ലാവരും കാണണം, എല്ലാവരും ഇതിനെ പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു.